സംടൈംസ് ഈ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെക്ടിക് പോസ്റ്റിങ്സ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ സമയം കിട്ടില്ല, ഉറങ്ങാൻ സമയം കിട്ടില്ല, വീട്ടിൽ വിളിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടാവും. ബട്ട് യു ലവ് ഇറ്റ്. നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ബെർലിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണെങ്കിലും റെഫറൻസ് എടുത്ത് പറയേണ്ടതാണത്. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒബിയസ്ലി ഇപ്പോൾ നല്ല റാങ്ക് നല്ല ഒരു മാർക്ക് വരുമ്പോൾ നമുക്ക് പറ്റാത്തപ്പോൾ ഐ എം റിയലി വർത്ത് ഇറ്റ് എന്നൊക്കെ തോന്നും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. 2-3 മാസം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ ആ സ്ട്രീമിലോട്ട് എത്തും. എന്തായിരുന്നാലും എത്തും. ഒരു വീക്ക്ലി ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ടെസ്റ്റോ അതൊന്നും അല്ല നമ്മുടെ ഒരു മോഡലൊന്നും അല്ല നമ്മുടെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യമേ തൊട്ട് ആ ഒരു പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ബാക്കി വരും. പാടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ലൈക്ക് ടയർസ് ഭയങ്കര നീരജ് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മടുക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് MBBS ലൈഫിൽ മോസ്റ്റ് ക്രൂഷ്യൽ തിങ്. ഞങ്ങളുടെയൊക്കെ സമയത്ത് 720 ഒരു 650 ഒക്കെ ക്രോസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ ടോപ്പേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ട് റാങ്കിലൊക്കെ. ഒരു ചെറിയ സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരുപാട് റാങ്ക് ഡിപ്രിസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഹായ് ഓൾ, നീറ്റ് 2026 ആത്മാർത്ഥമായി പഠിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ബെർലിനിലെമ്പാടുമുള്ളത്. നമുക്കറിയാം ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്നത്, നിരവധി വർഷങ്ങളായി ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്നത് ബെർലിൻ സ്റ്റഡി സെൻ്ററാണ്. ബെർലിൻ സ്റ്റഡി സെൻ്ററിന് അവകാശപ്പെടാൻ ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബെർലിനിലെ എക്സ് ബെർലിൻഡിയൻസ് എന്ന് തന്നെ വിളിക്കണം. ഇവിടെ പഠിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി അവിടുന്ന് ഇപ്പോൾ MBBS സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കിയ ഏറ്റവും മിടുക്കരായ ഡോക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ഒരു ബ്രില്യൻ കാലഘട്ടവും അതിനുശേഷമുള്ള ആ ഒരു MBBS ലൈഫും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. യെസ്, ആദ്യമേ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക. ഏത് വർഷമായിരുന്നു ബ്രില്യൻറ്റിൽ, ഏത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു, നാട്, വീടൊക്കെ പറയാം. എൻ്റെ പേര് പ്രേം മോഹൻ. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. റിപ്പീറ്റ് ചെയ്യാൻ 2017-18 റിപ്പീറ്റ് ചെയ്യാനായിട്ട് 1 ഇയർ കോഴ്സ് ജോയിൻ ചെയ്തു. റിപ്പീറ്റർ പ്രോഗ്രാമിലെ ആളായിരുന്നു. യെസ്, എൻ്റെ പേര് ഋഷി പ്രിൻസ്. ഞാനും 2018 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ 2017-18 കാലഘട്ടത്തിലാണ് ബ്രില്യനിൽ പഠിക്കുന്നത്. ഞാനും തിരുവനന്തപുരംകാരനാണ്. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പേര് മാത്യു ഷാജി. എൻ്റെ വീട് ഇവിടെ പാലായിൽ തന്നെയാണ്. 18 ബാച്ച് ചാവറയിലാണ് പഠിച്ചത്. എയിംസ് ബാച്ച് ആയിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ്. ഞാൻ നീരജ്, 2018 ബാച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഗ്രാജുവേറ്റ് ആണ്. മൈ നെയിം ഇസ് റിച്ചു. ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് തൊട്ട് ഇവിടെ ഉള്ളതാണ്. 7, 9, 10 ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ചാവറ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. പാലക്കാരനാണ്. ഇവിടുത്തെ +1+2 സ്പെഷ്യൽ ബാച്ചിലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ പല പ്രോഗ്രാമുകളുടെ ഭാഗമായിരുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഈ കാണുന്നത്. വിദ്യാർത്ഥികൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല, ഡോക്ടേഴ്സാണ്. യെസ്, അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഒരു നീറ്റ് ജേർണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ, അതായത് കുട്ടികളെല്ലാവരും സ്വപ്നം കാണുന്നത് ഡോക്ടർ ആവണമെന്നുള്ളതാണ്. അതിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് നമുക്കൊന്ന് ഓർത്തെടുക്കാം, ആ റിപ്പീറ്റിംഗ് കാലയളവും ആൻഡ് ആഫ്റ്റർ ദാറ്റുള്ള ഒരു MBBS ലൈഫിനെ കുറിച്ചൊക്കെ പറയാനാണ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റയർലി ഈ അൺഎക്സ്പോസ്ഡ് ആയിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിലേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഓവറോൾ ഉണ്ടായിപ്പോയി പെട്ടെന്ന്. ആദ്യമൊക്കെ ഇങ്ങനെ കരയുന്നൊക്കെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് 2 മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിർത്തി പോകാനൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ബെർലിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. കൂടെ അതല്ല, കൂടെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സും അവരെല്ലാം കൂടെ ഭയങ്കര എൻകറേജിങ് ഒക്കെ ആയിരുന്നു. നമ്മൾ ചുറ്റും ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി യൂസ് ടു ആയി. എക്സാംസിനൊക്കെ പയ്യെ ഗ്രാജുവലി മാർക്കൊക്കെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു, എന്തായാലും എവിടെയെങ്കിലും ഒക്കെ എത്തുവന്നു. ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റിൽ നിന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ആദ്യം കുറച്ചൊന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, മാർക്കുകളൊക്കെ എക്സാംസിന് കുറഞ്ഞു. കാരണം നമ്മൾ പഠിച്ചു വന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇവിടുത്തെ ഒരു എക്സ്പോഷർ, ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് പഠിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇവിടുത്തെ ഒത്തിരി കുട്ടികളുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്ത് മുന്നിൽ വന്നു, ആ ചിന്തകളെയൊക്കെ എങ്ങനെ ഒഴിവാക്കി ബീറ്റ് ചെയ്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി എന്നുള്ളത് അടിപൊളി ഒരു കാര്യമാണല്ലോ, അത് പറയാം. അത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് തോന്നും. ഇപ്പോൾ എനിക്ക് പറ്റും ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒബിയസ്ലി ഇപ്പോൾ നല്ല റാങ്ക് നല്ല ഒരു മാർക്ക് വരുമ്പോൾ നമുക്ക് പറ്റാത്തപ്പോൾ ഐ എം റിയലി വർത്ത് ഇറ്റ് എന്നൊക്കെ തോന്നും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. 2-3 മാസം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ ആ സ്ട്രീമിലോട്ട് എത്തും, എന്തായിരുന്നാലും എത്തും. മോഡലിന് ഏറ്റവും കുറവ് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു ഷെയർ ചെയ്യാം? എനിക്ക് ഓർമ്മയുണ്ട്, മോഡലിന് പൂജ മോഡൽസ് ഉണ്ടായിരുന്നു, അതായിരുന്നു വേർസ്റ്റ് മോഡൽ. അത് ഓർമ്മയുണ്ട്. പൂജ മോഡൽസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. അത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ്ലി വേഴ്സ് ഒരു മോഡലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ആ മോഡൽ കോൺഫിഡൻസ്, ആ മോഡലിൽ ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. പിന്നെ പയ്യെ ക്രിസ്മസ് മോഡൽസ് ഒക്കെ ആയപ്പോൾ നല്ല മാർക്ക് ആയി, പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. യെസ്, ഇപ്പൊ ഡോക്ടർ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് ഡോക്ടർ ഋഷിയോട് തന്നെ ചോദിക്കാം. സാർ, എങ്ങനെയുണ്ട് ആ ഒരു MBBS കാലഘട്ടം? അതായത് അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ, അത് നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ഡ്രീമിൽ എത്തി നിൽക്കുകയാണ്. അത് ഇപ്പം നമ്മൾ അനുഭവിച്ചറിയുന്ന ആ ഒരു സന്തോഷത്തെ കുറിച്ച് പറയാനാണെങ്കിൽ. സന്തോഷം തികച്ചും നമുക്ക് വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. നമ്മൾ അത്രയും ഒരു ഗോളായിട്ട് നമ്മൾ വെച്ചിരുന്നൊരു കാര്യം നമ്മൾ നേടിയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് മാത്രം പോരെ, ഇനി അങ്ങോട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മളൊരു തറക്കല്ലിട്ടു, അതിൻ്റെ ആദ്യ തറക്കല്ലിട്ടു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്കും പ്രേമിനെ പോലെ ഒരു പറിച്ചു നടലിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. കാരണം +1 +2 തന്നെ വീട്ടിൽ നിന്നൊരു സ്ട്രെസ് ഇതുണ്ടായിരുന്നു, എനിക്ക് ഇതാണ് നീ ഇതിലേക്ക് പോകണം. എനിക്ക് അതിനുശേഷമാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ MBBS ആഗ്രഹം വന്നത് തന്നെ. പേരൻസ് ബിസിനസ്സാണ്, അമ്മ ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ഋഷി ആയിട്ട് കാണാൻ. അതെ, അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഇതിനുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇത്രയും ഒരു മഹത്തായ പ്രൊഫഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഇന്ന പ്രൊഫഷൻ അങ്ങനെ ഇല്ലായിരുന്നു. ഒരു അത്യാവശ്യം സെറ്റിൽ ആവണം അത്രേ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ മനസ്സിലേക്കും ഒരു +1 +2 കാലഘട്ടത്തിൽ തന്നെയാണ് MBBS എന്നൊരു പ്രൊഫഷനിലേക്ക് തന്നെയാണ് എൻ്റെ ജീവിതം പോവേണ്ടത് എന്ന് തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 2017-18 കാലഘട്ടത്തിൽ ഇവിടെ ബ്രില്യൻറ്റിൽ റിപ്പീറ്റർ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. പേരൻസിന്റെ ആ ഒരു നിർബന്ധം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വാശി, അത് റൈറ്റ് പാത്തായിരുന്നു തോന്നുന്നു? റൈറ്റ് ആയിരുന്നു, അത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആയിരുന്നു. കാരണം അവരുടെ പ്രേയേഴ്സും അവരുടെ ആ ഒരു കഷ്ടപ്പാടും അവരെന്നെ അന്ന് ഫോക്കസ് ചെയ്തതിലേക്ക് വിട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനെ കിട്ടി ആ ഒരു മഹത്തായ പ്രൊഫഷനിലേക്ക് കയറാൻ പറ്റി. അത് അവരുടെ പ്രാർത്ഥനയും അവരുടെ എഫേർട്ടും തന്നെയാണ്. പിന്നെ എനിക്ക് പ്രേം പറഞ്ഞതുപോലെ ആദ്യം ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു സ്ട്രഗിളും ആ വിഷമവും, ഹോംസിക്കാണ്, ഞാൻ ഒറ്റ മോനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ ഇവിടെ നെല്ലിപ്പുഴ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ മെൻറ്റർ ജോർജ് സാറാണ്. അപ്പോൾ അവിടെ സാറ് വരും, സാറിൻ്റെ കുറച്ച് സ്പീച്ചസ് ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ നല്ല വിഷമം, കരച്ചിലൊക്കെ തോന്നിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ പറയുന്ന പോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ആദ്യം A+ ഒന്നും ഉണ്ടാവില്ല, കിട്ടിയിട്ടില്ല. സാറ് വരും. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ പ്രകാരം എൻ്റെ ഹോസ്റ്റൽ അത്യാവശ്യം നല്ല ടോപ്പേഴ്സ് ഉള്ള ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആവും. പക്ഷേ പറയുന്ന പോലെ നമ്മൾ ആ ഗ്രാജുവലി നമ്മൾ ആ പാത്തിലേക്ക് വന്നിരിക്കും. അല്ലാതെ ഒരു വീക്ക്ലി ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ടെസ്റ്റോ അതൊന്നും അല്ല, നമ്മുടെ ഒരു മോഡലോ ഒന്നും അല്ല നമ്മുടെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യമേ തൊട്ട് ആ ഒരു പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ബാക്കി വരും, ബാക്കി ദൈവം കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സും, ഇവിടുത്തെ ഒരുപാട്, എനിക്കിപ്പോൾ പേര് പെട്ടെന്ന് ആ കാലഘട്ടത്തിലായതുകൊണ്ടാണ് എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് മെൻറ്റേഴ്സ് എന്നോട് സംസാരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഗ്രാജുവലി തന്നെയാണ് ആ പാത്തിലേക്ക് വരുന്നതും. പിന്നെ നമ്മുടെ ഒരു ഉള്ളിലും ഒരു സ്ട്രഗിൾ വേണം, നമുക്ക് കിട്ടണം, നമുക്കൊരു എയിം വേണം. ആ എയിം ഞാൻ എൻ്റെ പറയാൻ വേണമെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം. എൻ്റെ റൂമിൽ ഞാനതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോളേജിൽ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഇത്രയും ഞാൻ വന്ന് ഹോംസിക്കായി ഞാൻ ഇത്രയും വന്ന് വിഷമിച്ച് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഇതായിട്ട് എനിക്ക് 5 വർഷം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ട്രഗിൾ എടുത്തതും. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ തന്നെ വന്നു, ഗവൺമെൻറ് ഉപരി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്, സന്തുഷ്ടവാനാണ്. ഈ സൗഭാഗ്യം എനിക്ക് തന്നതിൽ എൻ്റെ എഫേർട്ട് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും അത്രത്തോളം ഇവരുടെ എഫേർട്ടും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ് എല്ലാവരും, ഫുഡ്, കാരണം എല്ലാം ഓക്കെ മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് മൂവ് ഓൺ ആവത്തുള്ളൂ. മെന്റലി ഇതായിരിക്കണം. നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ബ്രില്യൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണെങ്കിലും റെഫറൻസ് എടുത്ത് പറയേണ്ടതാണത്. ഒരു എത്രയോ ദീർഘകാലങ്ങൾ വന്ന് റെഫറൻസിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, വെള്ളം, ശുദ്ധവായു എല്ലാം പ്രൊവൈഡ് ചെയ്തവരാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടാൻ സാധിച്ചത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടർ മാത്യു സാറിൻ്റെ വീട് പാലായിലായിരുന്നു.
അപ്പോൾ എന്നും വീട്ടിൽ പോയി വരുമായിരുന്നല്ലോ. അപ്പോൾ ബ്രില്യൻറ്റിലൊക്കെ ഒരുപാട് ഡേ സ്കോളേഴ്സ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം? ഇപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഇപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് ഒത്തിരി ട്രാവൽ ചെയ്ത് വരുന്നതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഋഷി പറഞ്ഞ പോലെ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഡോക്ടർ മാത്യുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ സമയം സെറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഡേ സ്കോളേഴ്സിനായ കുട്ടികളോടൊക്കെ പറയാറുള്ളത്? എന്താ പറയുക, ഞങ്ങൾക്ക് ക്ലാസ് 8 മണിക്ക് തുടങ്ങുമായിരുന്നു. 8 തൊട്ട് 5:30 വരെയായിരുന്നു അന്ന് ക്ലാസ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കുറച്ച് എക്സോസ്റ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ കാപ്പിയെ കുടിച്ചിട്ട് പയ്യെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ പയ്യെ തുടങ്ങേണ്ടി വരും. ഏതായാലും തുടങ്ങണം. ഈ മോഡൽ എക്സാംസിനൊക്കെ മാർക്കുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ? ആ, അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് വന്നത്? നമ്മൾ ചെയ്തത് എന്തൊക്കെയായിരുന്നു? അത് ഓരോ എക്സാം പാറ്റേൺ ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില വീക്ക് സബ്ജക്റ്റ് ഒക്കെ ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നമുക്ക് പിന്നെ ആ മോഡലിനൊക്കെ റാങ്ക് കുറഞ്ഞൊക്കെ പോവാം. പക്ഷേ വീണ്ടും ട്രാക്കിലോട്ട് തിരിച്ചു വരണം. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ 2026 ഏറ്റവും അതികഠിനമായ നീറ്റ് എക്സാം എഴുതി ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. കേരള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതായി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെല്ലാവരും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുകളിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഓൾ ഓവർ ഇന്ത്യ വിദ്യാർത്ഥികൾ പോവുകയാണ്. അപ്പോൾ നീറ്റിൽ അവർ പ്രിപ്പയർ ചെയ്തിരുന്നൊരു സമയമുണ്ട്. അതിനുശേഷം അവർ സ്വപ്നം കാണാൻ പോകുന്ന ഒരു MBBS ജേർണിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഇനി അവരുടെ മുമ്പിൽ വർഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആസ് എ സ്റ്റുഡൻറ്റ് ആ ഒരു കോളേജ് ലൈഫും ആ ഒരു ഫ്രണ്ട്ഷിപ്പും പഠനവും ഒക്കെ എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകണം? എന്തായിരിക്കണം അവിടുത്തെ ഒരു നമ്മുടെ ഒരു മെൻറ്റാലിറ്റി എന്താവണം ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പഠിക്കുന്ന കാലയളവ്? ഓക്കെ, MBBS എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോഴ്സ്, അതൊരു ഇമോഷനാണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നാലും അല്ലാന്നുണ്ടെങ്കിൽ +1 +2 പഠിക്കുന്ന സമയത്തായിരുന്നാലും ജസ്റ്റ് ഒരു ഒറ്റ ഗോളേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നീറ്റ് ക്രാക്ക് ചെയ്യുക, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജിൽ MBBS കയറുക. പക്ഷേ ഒരു ഡേ വരും എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ അന്ന് നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾ ഏത് കോളേജിലായിരുന്നാലും ആ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ യു വിൽ ഫീൽ സംതിങ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് വിഷമം തോന്നും, സന്തോഷം തോന്നും, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കിട്ടും. ഈ കാലയളവിൽ കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ദേ വിൽ ബി വിത്ത് യു ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ എനിക്കത് പിന്നീട് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ വരെ നിങ്ങൾ പഠിച്ച ഫ്രണ്ട്സും +2 വരെ പഠിച്ച ഫ്രണ്ട്സും അവരും ഉണ്ടാവും, ശരി. പക്ഷേ ഐ ഫീൽ ലൈക്ക് ദിറ്റ് ബിക്കോസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. എനിക്കത് ഉറപ്പാണ്. പിന്നെ ഈ ടൈമിൽ യു വിൽ ഫൈൻഡ് ലവ്. പിന്നെ ഇറ്റ്സ് നോട്ട് ഈസി, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഈ MBBS എന്ന് പറയുന്ന കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി, ബട്ട് യു ലവ് ഇറ്റ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം ഈ ലാസ്റ്റത്തെ 1 വർഷം ഹൗസ് സർജൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഭയങ്കര പാടാണ്. സർവൈവ് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യു വിൽ ടോയിൽ, യു വിൽ ക്രൈ സംടൈംസ്. ഈ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെക്റ്റിക് പോസ്റ്റിങ്സ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ സമയം കിട്ടില്ല, ഉറങ്ങാൻ സമയം കിട്ടില്ല, വീട്ടിൽ വിളിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടാവും, ബട്ട് യു വിൽ ലവ് ഇറ്റ്. കാരണം അതങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉന്തിത്തള്ളി വിടുന്ന ആൾക്കാരായിരുന്നാൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദി കോഴ്സ് യു വിൽ ലവ് ഇറ്റ്. ആൻഡ് ഐ അഷ്യൂർ യു ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. ഈ 1 വർഷത്തെ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നിങ്ങളത് കയറി ഈ പറഞ്ഞതുപോലെ 5-5.5 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അറ്റ് ദി കോളേജ്, ഇറ്റ്സ് അമേസിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടർ റിച്ചു, എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ പ്രോഗ്രാം മുതൽ ബ്രില്യൻറ്റിൻ്റെ ഭാഗമാണ്. എത്രാം ക്ലാസ് മുതലായിരുന്നു സാറേ? 7th സ്റ്റാർട്ടിങ്. ആ സമയത്ത് 7th ബാച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പം പാലക്കാരനായതുകൊണ്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ അറിയായിരുന്നു, ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയാണ്, ഫൗണ്ടേഷൻ കോഴ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയായിരുന്നു. സോ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു വിട്ട് അങ്ങനെ കയറിയതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു MBBS ജേർണിയെക്കുറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നൊരു സൗഹൃദം, നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ്, അതൊക്കെ മറ്റൊരു പ്രൊഫഷന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ്. എന്നും താങ്ക്സ് കിട്ടുന്ന ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കുള്ളൂ, MBBS അല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇൻ റിയാലിറ്റി നിങ്ങൾ പോസ്റ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടിൽ തന്നെ നമ്മൾ അതിനോട് സ്നേഹിക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊഫഷനെ സ്നേഹിച്ച് തുടങ്ങുന്നത്? കുറച്ചുകൂടെ ഒന്ന് തന്നെ അറിയട്ടെ. നമുക്ക് ഹൗസ് സർജൻസിയുടെ സമയത്താണ് ആക്ച്വലി നമ്മൾ
ക്ലിനിക്കലി പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. Okay. സോ ആ ഒരു സമയത്താണ് നമുക്ക് എന്താണ് ലൈഫ്, എന്താണ് MBBS ലൈഫ്, ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്തായിരിക്കും എന്നൊരു ഐഡിയ കിട്ടുന്നത് നമുക്ക് യൂഷ്വലി ആ ഒരു സമയത്താണ്. യൂഷ്വലി ഫസ്റ്റ് 4 years 5 years ഓൾമോസ്റ്റ് എല്ലാം അക്കാഡമിക്കാണ്. പിന്നെ കുറച്ചുകൂടി പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ തുടങ്ങുന്നത് ഡ്യൂറിങ് ദ ഹൗസ് റെസിഡൻസിയാണ്. സോ ആ സമയത്ത് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടായിരിക്കും. ബട്ട് ഗ്രാജുവലി നമ്മൾ ആ ഒരു ടാലൻറ്റ്, ആ ഒരു സ്കില്ല് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ പേഷ്യൻസുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങുമ്പം അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അവർ ഷെയർ ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റ് കാരണം അവർക്കുണ്ടാകുന്ന ഒരു ബെറ്റർ സംതിങ് ഒരു ക്വാളിറ്റി കൂട്ടുന്ന ഒരു ലെവലിലേക്കുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പം അവർ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴാണ് നമുക്ക് ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷം തോന്നുന്നത്. പാടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ടയർസ് ഭയങ്കര നീരജ് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മടുക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് MBBS ലൈഫിൽ മോസ്റ്റ് ക്രൂഷ്യൽ തിങ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ 2025 അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിലും ഒക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ കുറിച്ചും അതിൻ്റെ അവിടുത്തെ ഒരു ആംബിയൻസും അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിൽ. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ബ്രില്യൻറ്റിലേക്ക് വരണമെങ്കിൽ അത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയ വൈബിനെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. സത്യമായിട്ടും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നത്. എന്താണ് പഠിക്കേണ്ടത് പോലും, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് പോലും ഐഡിയ ഇല്ലായിരുന്നു. അവിടുത്തെ ക്യാമ്പസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലും ആ ഒരു വൈബും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മുടെ ആക്ച്വലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോളേജ് കയറി കഴിയുമ്പോഴാണ്. കയറി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഫ്രീഡം കിട്ടും, പക്ഷേ അതിന് മിസ്യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം നല്ല രീതിയിൽ അക്കാഡമിക്കും അതേപോലെ ഫ്രണ്ട്ഷിപ്പും എവറിത്തിങ് ഒരേപോലെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമുക്ക് നല്ലത്. അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ഒരു സമയത്താണ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. സോ എല്ലാം കൂടെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് എടുക്കുന്നത്. ആക്ച്വലി ഒരു 5 years 6 years കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പോലെയാണ് അവിടെ എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരുന്നത് 2026 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ അവരുടെ മാതാപിതാക്കളുമാണ്. ഒരൊറ്റ ചോദ്യം, അവരോട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ലക്ഷ്യത്തിലെത്തണം എന്നൊക്കെ എന്താണ് പറയാനുള്ളത്? ഏറ്റവും നേരത്തെ അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഒരു നല്ല സ്റ്റാർട്ട് അവർക്ക് നൽകുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ മോശമാണെന്നല്ല പറയുന്നത്, ബട്ട് ദ ഏർലിയസ്റ്റ് യു സ്റ്റാർട്ട് ദ മോർ ചാൻസസ് യു ഗെറ്റ് ക്രാക്ക് ദ പേപ്പർ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ അധികമാണ്, കുട്ടികളുടെ എണ്ണം കൂടി. ഇപ്പം ഞങ്ങളൊക്കെ എഴുതിയ ടൈമിൽ പോലെ അല്ല ഇപ്പോൾ NEET UG എൻട്രൻസ് നടക്കുന്നത് തന്നെ. ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സമയത്ത് 720 ഒരു 650 ഒക്കെ ക്രോസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ ടോപ്പേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ട് റാങ്കിലൊക്കെ. ഒരു ചെറിയ സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരുപാട് റാങ്ക് ഡിപ്രിസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരോടും പറയാനുള്ളത്, കറക്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് കാർഡ് കയറി പഠിക്കുക ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇവിടുന്ന് പഠിപ്പിക്കുന്ന ആ ഒരു പോർഷൻസ് മെയിൻലി ബേസ്ഡ് ഓൺ സിലബസ്, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. എക്സ്ട്രാ പഠിക്കുന്നവർ പഠിക്കാം, കുഴപ്പമില്ല, ബട്ട് ബേസ് എപ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിട്ട് മാത്രമേ നിങ്ങൾ ഡെപ്തിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കാം. ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലർക്ക് ബയോളജി ആയിരിക്കാം ഏർലി തുടങ്ങുന്ന എളുപ്പം, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും കംഫർട്ട്. ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കാം, ഫിസിക്സ് ആയിരിക്കാം. ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഓൺ പാത്ത്, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അനുസരിച്ചിരിക്കുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ വീക്ക് എഴുതാൻ നോക്കുക, അത് മാക്സിമം കുറവ് നെഗറ്റീവ്സ് വരുത്താൻ നോക്കുക. നന്നായിട്ട് എല്ലാവർക്കും ബയോളജി ആയിരിക്കും സിമ്പിൾ. ആസ് എ മെഡിക്കോ ആകാൻ പോകുന്ന ഒരാൾക്ക് എപ്പോഴും ബയോളജി ആയിരിക്കും അവർക്ക് ഈസി സബ്ജക്റ്റ്, അവർക്ക് ഇഷ്ടവും അതായിരിക്കും. സോ അത് മാക്സിമം കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുക, ഫുൾ വാങ്ങിക്കാൻ നോക്കുക. കാരണം അങ്ങനെ ഒരുപാടൊന്നും അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു ബേസിക് നോളജ് മാത്രമാണ് അത്. പക്ഷേ ഈ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് അവർക്ക് ആ ഒരു പേപ്പറിൻ്റെ സമയത്തുള്ള ഒരു ടെൻഷനും വരുമ്പോഴാണ് ഈ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നതും തെറ്റിക്കുന്നതും എല്ലാം. സോ നമ്മൾ ഏറ്റവും ഇനിഷ്യലി തന്നെ ഒരു മൊമെൻറ്റം കൊടുത്ത് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് റിവിഷൻ അത് മസ്റ്റാണ്. ഒരിക്കലും നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും മറക്കും. അത് തന്നെയാണ് ഈ ഒരു ഫ്ലോ. അല്ലാതെ എല്ലാം ഓർമ്മിച്ചിരിക്കുന്നില്ല, എല്ലാവർക്കും അങ്ങനെ ഓർമ്മിച്ചിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടാവാം, ബട്ട് നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ പാഷനും മുമ്പോട്ട് നിർത്തി സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പോവുക, റിവിഷൻ നടത്തുക, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടത്തുക. നമുക്ക് പാടുള്ള സബ്ജക്ട്സ് കാണും, ഓക്കെ, നമ്മൾ വർക്ക് ചെയ്ത് നമ്മളതിനെ, എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന ഈക്വൽ ടൈമാണ്. എല്ലാവർക്കും ഒരേ നോളജ് എന്ന് ഞാൻ പറയുന്നില്ല, ഈക്വൽ ടൈമാണ്. സോ ആ ഒരു ടൈം എഫക്റ്റീവായിട്ട് ആരാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല റാങ്ക് കിട്ടും, അത് ഉറപ്പാണ്. അത് എൻ്റെ അനുഭവത്തിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2025
2026 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ 2025 നല്ലൊരു സ്കോർ കരസ്ഥമാക്കി മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒപ്പം ഇപ്പോൾ MBBS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നൊരു അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.